പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ നാട്ടിലാണുള്ളത്. ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം അമ്മ അവിടെ ചെറിയ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റ് തന്നെ പറയാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോന് 2629 വ്യൂസ് ആയിട്ടുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അത് 12 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, പക്ഷേ വ്യൂസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ ചെറിയ ചെറിയ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പകർത്തി നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ളതാണ് വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ വീഡിയോ വന്നത് തന്നെ അത് കാണിക്കാനാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് കടന്നു. ഇത്ര സമയം നമ്മളിവിടെ സ്റ്റെപ്പിൻ്റെ ഇവിടെയാണ് എഴുതിയിട്ടുണ്ടായത്. അപ്പോൾ നല്ലൊരു വീഡിയോക്ക് പറ്റിയ സ്ഥലമായി തോന്നി, അതുകൊണ്ട് ഇവിടെ ഇരുന്നത്. ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നല്ലൊരു സ്ഥലത്ത് ഇരിക്കണം. ഇപ്പം നമ്മൾ താഴേക്ക് പോകാം. ഇവിടെ ഞാൻ കാർട്ടൂൺ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാനവനെ വീഡിയോക്ക് വിളിച്ചത്. അപ്പോൾ വന്നു. ഞങ്ങളുടെ മാമൻ്റെ മുറിയിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ബെഡിൽ നമ്മൾ സാധാരണയായിട്ടും ഫോൺ നോക്കിക്കൊണ്ട് കിടക്കുന്ന ടൈമാണ്. 12, അതായത് ചോറ് കഴിക്കുന്നതിന് കുറച്ച് മതി. അപ്പം നമ്മൾ കിടന്നു. ഫാൻ ഓണാക്കാൻ പറയാണ്. ഫുൾ സ്പീഡായി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതായത് അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല. ചിലതിനൊക്കെ ഞാൻ കമൻറ്റ് ഇട്ടെന്ന് തോന്നുന്നു. പിന്നെ ആരോ ഒരാൾ എൻ്റെ വീഡിയോക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട്, ചിലതിനൊക്കെ നല്ല കമൻറ്റ്. അപ്പോൾ ഇവൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സൈക്കിളിൻ്റെ. അതിന് ഫസ്റ്റ് നല്ലൊരു തുടക്കമായിരുന്നു ആ കമൻറ്റ് ഉണ്ടായത്. പിന്നെ അത് കുറ്റമെങ്കിലും, അതായത് കൊള്ളൂല എന്നെങ്കിലും പറയായിരുന്നു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു. അങ്ങനെ ഇടരുത്. നമ്മൾ ഫസ്റ്റ് ടൈം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ആയാലും നമുക്ക് പെട്ടെന്ന് അത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. ഇവർ നല്ല സങ്കടമായിട്ട് അങ്ങനെ പറഞ്ഞതിൽ. നമ്മൾ എത്ര സമയം എടുത്തിട്ടാണ് അത് ചെയ്തിരുന്നത്, അത് നട്ടുച്ചയ്ക്കാണ് ചെയ്തത് നമ്മൾ. അപ്പം അങ്ങനെയെല്ലാം പറയുമ്പോൾ ചെറിയൊരു ഒരു 10 മിനിറ്റ് ഞങ്ങളിങ്ങനെ എടുക്കുകയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ എണീറ്റിട്ട് അമ്മേൻ്റെ അടുത്ത് പോകും അപ്പുറത്ത്. അപ്പോൾ ഫോണ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരുന്നെങ്കിൽ ഫോണ് കൊണ്ടുവരണ്ടാന്ന്. നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പോയിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്തായാലും അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് ഫോണ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു അമ്മ. നമ്മൾ എണീക്കാൻ ടൈമായി. ബാക്കി സമയം ഫാനൊക്കെ ലേറ്റും. നമ്മൾ എണീച്ചിട്ട് പോവാണ്. ഗൈസ്, നമ്മൾ ടി വി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 12:30 ഞാൻ എപ്പോഴും ഉപ്പുമുളകാണ് കേട്ടോ അധികം നോക്കാറ്, വേറെ ഒന്നും നോക്കാറില്ല. എനിക്ക് പിന്നെ ഉപ്പുമുളക്, സിനിമ അങ്ങനെ എന്തെങ്കിലേ ഞാൻ നോക്കാറുള്ളൂ, വേറെ ഒന്നും നോക്കാനില്ല. ഇവനാണെങ്കിൽ ഒന്നെങ്കിൽ T2 എല്ലാവർക്കും അറിയുന്നതാണ് കരുതുന്നു, പിന്നെ ചിക്കു ബണ്ടി അതാണ് നോക്കാറ്. അപ്പോൾ സമയത്ത് നമ്മളിത് വീഡിയോക്ക് വേണ്ടി പറഞ്ഞ് ചെയ്യുന്നതല്ല, നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് അത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ വെള്ളം കുടിക്കാം, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഞാൻ വെള്ളം കുടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് വെള്ളം കുടിക്കുന്നത്. നിങ്ങൾ കരുതരുത്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അരി, ഉച്ചക്കുള്ള ചോറിനുള്ള അരിയാണ്. രാത്രി പിന്നെ പാർട്ടി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അരി ചോറ് കഴിക്കും. ഫ്രണ്ട്സ്, നമ്മൾ അപ്പോൾ അപ്പുറത്തെ അമ്മേൻ്റെ അടുത്ത് പോവാണ്. ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അമ്മ പറഞ്ഞു എന്നിട്ട് പറഞ്ഞല്ലോ, പറഞ്ഞു തോന്നുന്നു. ശരി, അപ്പോൾ നമ്മൾ പോയിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ. നമ്മൾ പോയിട്ട് വന്നു. അപ്പോൾ മിഠായി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാ കവർ എൻ്റെ ഉണ്ടായിരുന്നു. കവർ ചോക്കോ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മിഠായിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇനി ഇത് അമ്മയ്ക്ക് കിട്ടിയത്. അപ്പം അമ്മ നമ്മളെ തന്നു. ഇനി ചോറ് കഴിക്കാനാകുമ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നു. അവിടുത്തെ ചെറിയ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു, അവർ രണ്ടുപേരും ഉറക്കമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഫോണൊന്നും കൊണ്ടുപോയില്ല. അവരെ ഉറക്കമല്ലായിരുന്നെങ്കിൽ വീടെടുത്ത് അവരെയും കാണിക്കാമായിരുന്നു. അവർ നല്ല ഉറക്കമായി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ജസ്റ്റ് ബാക്കിലേക്ക്, അതായത് ബാക്ക് സിറ്റ് ഔട്ടിലേക്ക് പോവാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം.
സീസൺ മാങ്ങ മിക്സുള്ള കാഴ്ചകൾ പിന്നെ കാണിച്ചാൽ ഇന്നത്തെ കാഴ്ച കാണിക്കുന്നതിന് മുമ്പ് ഒരു കാഴ്ച കാണിക്കാം. ഇതാണ് ഗ്രൈൻഡർ കേട്ടോ. ഇന്നത്തെ ഫുഡിനുള്ള എന്തോ ആണ് മസാല എന്ന് തോന്നുന്നു. എന്തോ അവിടെ ആണ് രാത്രി ഫുഡ്. അവിടെ ബാക്കിൽ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട്. കാഴ്ച കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് മേലെ പോവാം. അങ്ങനെ വിളിക്കട്ടെ. അപ്പോൾ സാർ മേലെ പോവാം. അതൊരു വെള്ളച്ചാട്ടത്തിൽ അപ്പോൾ അവിടെ കുറച്ച് ആളുണ്ടെന്ന് ഞാൻ ആളുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റെപ്പിനെടുത്ത് വന്നിരിക്കുകയാണ്. ഒരു കാര്യം കാണിച്ചു തരാം. അതിനത് തുറക്കാൻ കഴിയണ്ടേ, നമുക്കത് പറ്റില്ല. ഞാൻ ഡാൻസെല്ലാം കളിച്ച് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നാണ് അധികം കൊടുക്കാറ്. പക്ഷെ അതൊന്നും ശരിയാ പറഞ്ഞത്. തുറക്കാൻ പറ്റില്ല. എന്ത് പ്രാപിച്ചാലും എനിക്ക് തുറക്കാൻ പറ്റില്ല. തുറക്കാനുള്ള പുറപ്പാടിലാണ്. ഈ വെയിലത്ത് അങ്ങോട്ട് കൊണ്ടാച്ചിട്ടും പറയും. അപ്പോൾ വേറൊരു ദിവസം നമ്മൾ വാട്ട ഈറ്റിൻ്റെ ഡേ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു മിനിറ്റ് എൻ്റെ ഫ്രണ്ട് ഒരു മെസ്സേജ് ഇട്ടാന്ന് നോക്കിയിട്ട് ഗൈസ്, അത് എൻ്റെ ടീച്ചറെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഫോട്ടോ വെച്ചും ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് അവൾ മെസ്സേജ് ഇട്ടത്. നമ്മുടെ പോസ്റ്റിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എന്തോ പോസ്റ്റിൻ്റെ വീഡിയോ ഗോസ്റ്റ് വീഡിയോസ്. അത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഷോർട്ട് ഫിലിം ചെയ്യാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഗോസ്റ്റ് വീഡിയോസ്, ഹൊറർ വീഡിയോസ്, കോമഡി വീഡിയോസ് അങ്ങനെയുള്ള അതിനെ കണ്ടന്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. കണ്ടന്റ് കിട്ടിയാൽ ചെയ്യും. ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഒരു ഉദ്ദേശം ഞങ്ങൾക്ക് ഫസ്റ്റ് ഇങ്ങനെ ഹൊറർ വീഡിയോസോ കോമഡി വീഡിയോസോ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നായിരുന്നു. പക്ഷെ അതിന് സാധിച്ചിട്ടില്ല. കണ്ടന്റ് കിട്ടിയിട്ടില്ല. അതിനുള്ള സാഹചര്യം ഒന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ നാളെ മറ്റന്നേ തിരിച്ചു പോകും. അപ്പോൾ നാളെയോ എന്തെങ്കിലും കണ്ടന്റ് കണ്ടുപിടിച്ച് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ചെയ്ത് കഴിഞ്ഞാലെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇത് ഞാൻ 3ാമത്തെ വട്ടമാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു. അത് നെഗറ്റീവ് കമൻറ്റ് ഇട്ട ഒരാളുണ്ട്. നൗഫൽ അങ്ങനെയാണ് ID ഉള്ളത്. നമുക്ക് അറിയില്ല, ശരിക്കുള്ള പേരറിയില്ല. ആരായാലും ഇനി അങ്ങനത്തെ കമൻ്റ് ഒന്നും ഉണ്ടായത് ജീവിച്ച് പോയിക്കോട്ടെ. ഈ 1:30 ആ ഒരു 4:30 വരെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ ചിന്തിക്കുന്ന സമയമാണ്. യൂട്യൂബിൽ നാളെ എന്തിടും, മറ്റൊന്നും അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതിനെല്ലാം ഇതാക്കിയിട്ട് ഞാനിപ്പോൾ ഇന്ന് എന്തെങ്കിലും ചിന്തിച്ചാൽ നാളെയാണ് അതിടാം. അതായത് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും ഷോർട്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് പോയി. ഇന്നിപ്പോൾ ഞാൻ ചിന്തിക്കാൻ പോവാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യമാണ്. ചെറിയൊരു കണ്ടൻറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. കണ്ടൻറ്റ് ഞങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ട്. നമ്മൾ സ്റ്റോക്കാണ് കണ്ടൻറ്റ്. പക്ഷേ കണ്ടൻറ്റിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് അറിയില്ല. അവസാനം എന്താ സംഭവിക്കാനും ഒട്ടും പിടിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ അത് പറയാം. Q&A വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ Q&A വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊന്നുമില്ല. അല്ല, ഇപ്പോൾ ആരും അങ്ങനെ ചോദിക്കുന്നു തോന്നില്ല. കാരണം കാണുന്നല്ലാതെ ആരും ഒന്നും കമൻറ്റ് ഇടുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, സബ് ചെയ്യുന്നില്ല. അപ്പം പിന്നെ എന്തിന്? അല്ല, എന്തായാലും ചോദിച്ചാൽ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എല്ലാം ഉൾക്കൊടുക്കുന്നില്ല. ഇടക്കിടക്കൊക്കെ നിർത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചോറ് കഴിക്കാൻ മുമ്പൊന്നും എടുക്കാൻ പറ്റില്ല. അത് അപ്പുറത്താണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറാണ് ഇപ്പോൾ എൻ്റെ അമ്മയെല്ലാവരും അവിടെ പണി ചെയ്യുന്നത്. രാത്രിക്കുള്ളത് അപ്പുറത്ത് ആ പന്തലിട്ടും. അപ്പോൾ നമ്മൾ TV നോക്കുന്ന ടൈമാണ്. ഏകദേശം TV നോക്കുന്ന ടൈമാണ്. ഞാൻ ഇരുന്നിട്ട്
ഞങ്ങൾ ബാക്കിലോട്ട് പോവാണ്. ബാക്കിലുള്ള വ്യൂസാണിത്. നമ്മൾ പണ്ട് ഈ വീട് കെട്ടുമ്പോൾ നിന്നത് ഇവിടെയാണ്. നല്ല ഓർമ്മയുണ്ട്. ആ വീടിൻ്റെ അവിടുന്ന് ഞാൻ ഇവിടേക്ക് ചാടി വീണ് എൻ്റെ കൈ മുറിഞ്ഞത്, അല്ല കാല എന്തോ മുറിഞ്ഞിരുന്നു. അത് എൻ്റെ മുട്ടിന് അവിടെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഇവിടുന്ന് നേരെ പോയാൽ ഈസി ആയിട്ട് ഇങ്ങനെയാണ് വ്യൂ ഉള്ളത്. പിന്നെ അത് അവിടെയാണ് കല്യാണ വീട്. കല്യാണ വീടിൻ്റെ അപ്പുറത്ത് അമ്മ കണ്ടാൽ വന്നു അവിടെയാണ്. അതിന് അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ജസ്റ്റ് ഒരു പാടം പോലെല്ലാം ഉണ്ട്. പിന്നെ ഇത് ഇവിടെയാണ് നമ്മൾ അടുപ്പ്, അവിടെയാണ് വെള്ളം ചൂടാക്കുന്നത്. ഇത് പോകാനൊന്നും പറ്റില്ല, പേടിയാവുന്നു കാണുമ്പോൾ തന്നെ. ഞാൻ പോകുന്നു. അപ്പോൾ ഡേറ്റ് എന്താ വെച്ചാൽ ഡേറ്റ് 7/5/25 ചിലപ്പോൾ ഇത് വരുന്നത് 9/5/25 അല്ലെങ്കിൽ 8/5/25 ആയിരിക്കും. കാരണം ഇത് എഡിറ്റാക്കാൻ കുറേ സമയമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് സമയത്തേക്ക് വെക്കുകയാണ്. ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ. ചാർജ് വെക്കുന്നില്ല, ഫോൺ ചൂടായിക്കൊണ്ട് വരാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കുന്നതാണ്. നമ്മൾ ചോറ് കഴിക്കാൻ പോകുമ്പോൾ അത് പറഞ്ഞിട്ടേ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ അങ്ങോട്ട് പോയി ചോറ് കഴിച്ചു. പോകും വേഗം വന്നു. ഞാനവിടെ കുഞ്ഞിനടുത്ത് കളിച്ച് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ മേലോട്ട് പോകാനാണ്. നമ്മൾ കുഞ്ഞിനെ കഴിച്ചപ്പോഴാണ് ഓർത്തത് ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നേരെ മേലോട്ടേക്ക് പോവാണ്. ഈ പ്ലേസ് ഒരു ഹൊറർ തീമിലുള്ളൊരു ഇതാണ്. നമ്മൾ ഒരു ഉച്ച ഈവനിങ് ടൈമിൽ ആ ഒരു ടൈമിലെല്ലാം എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഹൊറർ തീമായിട്ടുള്ള പ്രിയതൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ നമുക്കതൊക്കെ. അപ്പോൾ നമ്മൾ ഇതെത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തി. ഇവിടെ ഒരാളുണ്ടായിരുന്നു, നമ്മളെ കാണുന്നില്ല. ഇവിടെ സൗണ്ട്സൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ അവിടെ ഇരുന്നിട്ട് ഇതാണ് രാത്രി ഞങ്ങൾ കറണ്ടെല്ലാം പോയാലും അല്ലെങ്കിലും കാറ്റ് വെള്ളം വന്നിട്ട് രാത്രി ഇവിടെ ഈ ബെഡിട്ട് കിടക്കുന്ന സ്ഥലം. പണ്ട് ബെഡില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മാമൻ്റെ റൂമിൽ പുതിയ കട്ടിൽ വാങ്ങിച്ചുകൊണ്ട് ഈ ബെഡ് ഇവിടെ ഇരുന്നു. അപ്പോൾ അച്ഛന് സ്ഥിരമായിട്ടും ഇവിടെയാണ് കിടക്കുന്നത്. വെച്ചാൽ ആ ഉള്ളി നല്ലോണം ചൂടെടുക്കുന്നത്. പിന്നെ ഇവിടെ തേങ്ങയിലുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം കിടക്കില്ല. ഗൈസ്, നമ്മൾ ഇവിടെ രാത്രി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്ന ഒരു അതിഥിയാണ് ഇവൻ. കുട്ടൂസ് ഞങ്ങൾ പേരിട്ടു. എല്ലാ ദിവസവും അവൻ വന്ന് കിടക്കും കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. വിശേഷം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, കല്യാണം തന്നെയാണ് വിശേഷം. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളതൊക്കെ കാണിക്കാം കേട്ടോ. ഇതൊരു ടോയ്ലറ്റാണ്. അയ്യോ, എന്തായാലും നിറച്ചും വെള്ളമായി, അത്രയും മതി. വെള്ളം മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ടാപ്പ്. കൈ പൊള്ളുന്നു ഗൈസ്. ഇവിടെ കണ്ണാടിയെല്ലാം പൊട്ടിത്തെറിച്ച് പോയി. ഇതിവിടെ ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇവിടെ ഒരു ടേബിൾ, ഇത് പണ്ടത്തെ ടേബിളാണ്. അപ്പോൾ അച്ഛനെല്ലാം ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകും, സെറ്റ് ചെയ്ത് വയ്ക്കും, ഒരു ഡൈനിങ് ടേബിൾ പോലെ. പിന്നെ ഇവിടെയാണ് ഇങ്ങനെയും പോകുമ്പോൾ ഇവിടുത്തെ നല്ല പൊണ്ടം ഉണ്ട് കേട്ടോ. ഇവിടെ പൊണ്ടം ഇത് അവിടെ കാണുന്നുണ്ടാവും, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് കല്യാണ വീട്ടപ്പം. അവിടുത്തെ പന്തലിട്ടിട്ടുള്ളതാണ്. ഇവിടെയാണ് ഞാൻ അധികം, താഴെ അല്ലെങ്കിൽ ഇവിടെയാണ് ഞാൻ ഡാൻസ് കളിക്കുന്ന സ്ഥലം. അവിടെ പന്തലിട്ടിട്ടുണ്ട്. ഇവിടെ ഇത്ര തന്നെയാണ് ഇവിടെ ഉള്ളൊരിത്. പിന്നെ ഇവിടെ ചെറിയൊരു റൂം പോലെ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ വലിയ റൂമൊന്നുമല്ല വരുന്നു. ഇവിടെ ഇതുപോലെ അപ്പൂസ് വെള്ളം കൊടുക്കാൻ പോയതാണ്. താഴെയുള്ളവർക്ക് ഒരു കുപ്പി വെള്ളം പറഞ്ഞപ്പോൾ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ സ്റ്റേജ് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ. അപ്പം നമ്മൾ മേലോട്ട് പോവാണ്. ഹൗസ് ദിസ് നല്ലൊരു ഹൊറർ ഫിലിമിലുള്ള സ്ഥലം സെറ്റായി. ഇവിടെ ചെറിയ സീറ്റ്.
ഞാൻ കഴിയുന്ന പോലെ ഒരു എഡിറ്റഡ് വീഡിയോ ആക്കാൻ നോക്കാം കേട്ടോ ഇത്. ഇപ്പം ടൈം 3:05 വീട്ടിലായിരുന്നു, വേറെ പരിപാടിയൊന്നുമില്ല. 4:30 ആകുമ്പോൾ ഉപ്പുമുളക് വെക്കും, പിന്നെ 5 മണി ആകുമ്പോൾ കുളിക്കും, 6:30 ആകുമ്പോൾ വിളക്ക് വെക്കും, പിന്നെ അമ്മേൻ്റെ ഒന്നിച്ച് TV യോ ഫോണോ നോക്കും. ഇതന്നെയാണ് മെയിൻ പരിപാടി. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ 4:30 ആകുമ്പോൾ ഉപ്പുമുളക് അത് എനിക്ക് നിർബന്ധമാണ്, എനിക്ക് എന്തായാലും വേണം, അത് ഞാൻ നോക്കും കൺഫേം. പക്ഷേ 5 മണിക്ക് കുളിക്കുക എന്നുള്ളത് ടൈമിങ് മാറുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഇവിടെ എപ്പോൾ വന്നാലും എനിക്ക് സമയം പോകുന്ന അറിയില്ല. നമ്മളവിടെയാണ് നമ്മളുള്ളൂ, ഇവിടെ ആകുമ്പോൾ അടുത്ത ആൾക്കാരെല്ലാം ഇല്ല. അങ്ങനെ വെച്ചാൽ അങ്ങനല്ല, വേറെ ചെറിയ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ അവരൊന്നിച്ച് കളിക്കുമ്പോൾ സമയം പോകുന്ന അറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ 6:30 ആവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുളിക്കാൻ. ഇവിടെ സന്ധ്യ ആയാലും അറിയില്ല, അത്ര ഈവനിങ് കട്ട് വൈബാണ് ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ ടൈം 3:10 ഒരാൾ ഒഴിഞ്ഞ് നോക്കുന്നത്, 3:10 നോക്കാം. വരും പോലെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഇതാ മച്ചിങ്ങാരനെ കളിക്കുന്നു കേട്ടോ. എല്ലായിടത്തേക്കും മച്ചിങ്ങാർ ആരുടെയെങ്കിലും ദേഹത്ത് പോയിട്ട് വരുമ്പോൾ അവൻ ഓടി വരും. അവനെ അറിയാൻ പോകുന്നുണ്ട്. അച്ഛനുണ്ട് കൊടുത്തു കുട്ടൂസിനെ മേക്കറി. ആരെ മേക്കറിയല്ലേ? ആരുടെ മേക്കട അറിഞ്ഞത് നീ? അങ്ങനെ ആ പാഞ്ഞ വൈക്ക് ഓനങ്ങ് പോയിട്ടാ മുങ്ങി. ഇപ്പോൾ എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല, ഈ ഫോണ് വീഡിയോ എടുക്കുന്നെന്ന്. ഞാൻ നോർമൽ ചെയ്യുന്ന കാര്യമൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. കളിക്കാനാണെങ്കിൽ ക്യാരംസ് ബോർഡ് കൊണ്ടുവന്നിട്ടാൽ പിന്നെ വേറൊന്നും ബുക്കോ പെന്നോ ഒന്നും കൊണ്ടു തന്നെങ്കിലും കളിക്കായിരുന്നു. ഇവിടെ പിന്നെ പഠിക്കുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് ബുക്കൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും കൊണ്ടുവരായിരുന്നു. പക്ഷേ ബ്യൂട്ടി എന്ന് പറയുന്ന ഈ കാടനാണ് കേട്ടോ. ഈ കാടിൻ്റെ നടുവിലുള്ള വീടെന്ന് പറയാം നമുക്ക്. ചുറ്റും കാട് പോലെയാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ നടുവിലുള്ളതാണ് നമ്മളെ 4-5 വീട്. എന്നെന്താക്കുന്ന അറിയില്ല, ബോറടിക്കുന്നു കേട്ടോ, ബോറടിക്കുന്നു. വരുന്നുണ്ടോ ഉണ്ടാക്കാത്ത പോലെ നിൽക്കും. സത്യം അച്ചപ്പൊക്കിലുണ്ട് എന്തെങ്കിലും നീ ഇവിടെ മീത്ത വരില്ലല്ലോ. സത്യം പറ. അതിന്ന് രാത്രിയും കൊണ്ടുവരല്ലോ, രാത്രി കൊണ്ടുവരുന്നില്ലേ? അവരെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതെന്താണ് കേൾക്കുക. ഗായ്സ്, ആരും നെഗറ്റീവ് കമൻ്റ് ഇടരുത്. പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, പ്ലീസ് കമന്റ്, പ്ലീസ് ഷെയർ. അപ്പോൾ സേ വാടാ. ഞങ്ങൾ കുട്ടാപ്പിൻ്റെ അടുത്ത് പോവാണ്. കുട്ടാപ്പിനെ എൻ്റെ രാത്രി കാണിച്ചു തരാം. രാത്രി അവനുണ്ടാവുള്ളൂ ഇവിടെ. പിന്നെ ഒരു കാര്യമുണ്ട്, അമ്മ ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് അതിനെ വീഡിയോ എടുക്കുന്നില്ല. വരുമ്പോൾ വീഡിയോ എടുക്കും കേട്ടോ. അത് കുറച്ചപ്പുറത്ത്, അത് ഞാൻ കാണിച്ച സ്റ്റേജ് അവിടെ ആ സ്ഥലത്താണ് കുട്ടാപ്പിനുള്ളത്. കുട്ടാപ്പിനെ പറഞ്ഞിട്ട് ഗൈസ് ഇവിടെ ചുക്ക് തീവണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കുട്ടാപ്പിനെ നോക്കിയിട്ട് വന്നു. കുട്ടാപ്പിനെ നേരെ കാണാൻ കഴിഞ്ഞിട്ടോ. വേറൊരു പൂച്ചയുണ്ട്, നമുക്ക് കുട്ടാപ്പിനെ പെട്ടെന്ന് തിരിച്ചു തരാൻ പറ്റുന്നില്ല. ഒരു വൈറ്റ് കളറും അതിലൊരു യെല്ലോയിഷും ആണ്. കുഞ്ഞാപ്പി ഞങ്ങൾ മറ്റൊരു ഇത് പേരിട്ടു കേട്ടോ. അവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായത്. ഇത് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു അടിപൊളി സാധനം കാണിച്ചു തരാം. ഉണ്ടോ അറിയുമോന്ന് അറിയില്ല. മാങ്ങ വേറെ അതിന് തൊട്ട് മീതുണ്ട്, അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണില്ല, അതുകൊണ്ട് ഇപ്പം കാണിക്കുന്നില്ല. ആകാശമില്ലേ, കളറ് റിയൽ അല്ല കേട്ടോ. കളറ് നമ്മുടെ സ്നാപ്പിളിനടുത്താണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് സ്നാപ്പിളിനാണ്. അപ്പോൾ റിയൽ അല്ല, ഞാൻ റിയൽ ആകാശം നേരെയുള്ള കളറ് കാണിച്ചു തരാം. ആകാശം കുറച്ച് വ്യത്യാസമുള്ള പോലെ തോന്നും നമുക്ക് അതിനെക്കാട്ടി. പക്ഷേ റിയൽ നോക്ക്,
അവൻ ബെഡ് വിരിച്ചിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കിടന്നു. അപ്പൂസിൻ്റെ തല അപ്പുറത്തില്ല. അങ്ങനെ ഉറങ്ങാം. അപ്പുറമാണ് ഒരു 5 മിനിറ്റ് ഉറങ്ങാന്ന് കരുതുമ്പോൾ ഉറക്കം വരില്ല. ഉറങ്ങാൻ തോന്നുന്നു എനിക്ക്, പക്ഷെ ഉറക്കം വരില്ല. അത് ഒരു ഇതാണ്. ഉറങ്ങിയാൽ അത്രയും നല്ലത്. ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നു. അവൻ ഉറക്കം വന്നു, അവൻ ഉറങ്ങി കേട്ടോ. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആ വീട്ടിലാണ് ഉള്ളത് ഗൈസ്. അപ്പം നമ്മൾ പോയിട്ട് വന്നു കേട്ടോ. അപ്പുറത്ത് ഇവിടെ എത്തി. പാർട്സ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറും പാർട്സും തിന്നാണ്. അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇനി ഫംഗ്ഷന് പോകാൻ റെഡിയാവണം. ആ റെഡിയാകുന്നിടയിൽ കഴിയുമെങ്കിൽ കെട്ടിട്ട് വിൽക്കുന്നേ പ്രതീക്ഷിക്കാം. നോക്കട്ടെ. അപ്പോൾ കുളിക്കാൻ വേണ്ടി പോവാണ്. പോപ്പെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഇത് നേരെ കാണുന്നു. അങ്ങനെ ഞാൻ കുളിച്ച് വന്നു. കുളിച്ചിട്ട് ഡ്രസ്സ് ഇട്ടു കേട്ടോ. പിന്നെ പൂപ്പ് അങ്ങനെ ഉണ്ട്. ഞാൻ അങ്ങനെ ബാക്കിൽ റബ്ബർ ഇട്ട് വെച്ചതാണ്. പിന്നെ അച്ഛൻ വാട്ടർ മെലൺ മുറിച്ച് വെച്ചു. അപ്പം അതിനെ തിന്നു. ചെറുതായിട്ടാണ് എല്ലാം വെച്ച് ഞാൻ വേഗം കിട്ടൂല. അത് ഫുള്ള എനിക്കാം. പാട്ടേറ്റിൻ്റെ ആണെങ്കിൽ എന്തെല്ലോ തിന്നു കേട്ടോ. ഇടയിൽ മാമൻ എക്ലർ മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നാളത്തെ വീഡിയോയിൽ പറയും. രണ്ടാമത്തെ ഗൈസ്, ഞാൻ തല കെട്ടാനും പിന്നെ മേക്കപ്പ് ചെയ്യാനും പോവാണ്. അപ്പോൾ അതൊന്നും വീടെടുക്കാൻ പറ്റില്ല. അതിനെ പറ്റിയ സാഹചര്യമല്ലേ. തല കെട്ടി ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് തിരക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തിരക്ക് കുറഞ്ഞുകൊണ്ട് വരികയാണ്. കുറച്ചുകൂടി തിരക്ക് കുറയാൻ വേണ്ടി വെയിറ്റ് ആക്കണം. അപ്പോൾ എല്ലാവരും പുറത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോവാത്തത്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇവിടെ പുറത്തുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ചോറ് കഴിച്ചിട്ട് വന്നു. വയറെല്ലാം ഫുള്ളായിട്ടാണ്. എൻ്റെ മുത്തപ്പനെ കണ്ടു. ഞങ്ങളുടെ മുത്തപ്പനെ കണ്ടു. പിന്നെ ദഹീബന് ഒരു പണി കിട്ടി. അപ്പോൾ അവിടെ പണിയെടുക്കുന്നവർക്ക് തണുത്ത വെള്ളം ഫ്രിഡ്ജ് വെച്ച് കൊടുക്കുന്നതാണ്. അത് കൂട്ടുന്ന പണിയാണ് ഇപ്പോൾ ഇവനെ കൊണ്ടുകൊടുക്കണം. വെള്ളമാണെന്നല്ല പറഞ്ഞവര്. ഗൈസ്, 1 മണി ആവാനായി. 12:24. അപ്പോൾ ഡ്രസ്സ് വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു വീഡിയോ അയച്ചു തരുന്നവരേക്കും ബൈ.